നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അമീബിക് മസ്തിഷ്കജ്വരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അപൂർവം അമീബിക് മസ്തിഷ്കജ്വരവും ആസ്പെർജില്ലസ് ഫ്ലവാസ് ഫംഗസ് മസ്തിഷ്ക അണുബാധയും ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന 17-കാരനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. ലോകത്ത് തന്നെ വളരെ അപൂർവമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ രണ്ട് മസ്തിഷ്ക അണുബാധയും ഒരുമിച്ച് ബാധിച്ചവരെ രക്ഷപ്പെടുന്നത് ഇതാദ്യമായാണ്. അമീബിക് മസ്തിഷ്കജ്വര ചികിത്സയും കേരളം ഏറെ മുന്നിലാണ്. ആഗോളതലത്തിൽ 99% മരണനിരക്കുള്ള രോഗത്തിന് മികച്ച പ്രവർത്തനങ്ങളിലൂടെയും ചികിത്സയിലൂടെയും 24% കുറയ്ക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം? എങ്ങനെയാണ് ഇത് തലച്ചോറിനെ ബാധിക്കുന്നത്? അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുമ്പോൾ അമീബ കാരണം ഉണ്ടാകുന്ന മസ്തിഷ്കജ്വരം, അതായത് മസ്തിഷ്കജ്വരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ. മറ്റേതൊരു അവയവത്തെ പോലെയും തലച്ചോറിന് അണുബാധ ഉണ്ടാകാം. പക്ഷേ തലച്ചോറിലെ അണുബാധ മറ്റ് ശരീരഭാഗങ്ങളിലെ അണുബാധയെ അപേക്ഷിച്ച് പലപ്പോഴും അത് ഏത് സൂക്ഷ്മാണുവാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാറില്ല. ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലും 30% രോഗികളിൽ മാത്രമേ കൃത്യമായ ആ രോഗാണുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എത്ര നല്ല ചികിത്സയിലായാൽ പോലും 25% ആൾക്കാരും മരണപ്പെടാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുമ്പോൾ. നമ്മുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന, സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന അമീബ നമ്മുടെ ശരീരത്തിൽ കടന്നു ചെല്ലുമ്പോൾ അത് തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന മസ്തിഷ്കജ്വരമാണ് ഈ അമീബിക് മസ്തിഷ്കജ്വരം. ഈ അമീബിക് മസ്തിഷ്കജ്വരം പലവിധം അമീബകളുണ്ട്, 600ഓളം എണ്ണമുണ്ട്. പക്ഷെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്ട് ഒരു 6ഓളം എണ്ണമാണ് നമുക്ക് രക്തപരിശോധന, ഈ തലച്ചോറിലെ സ്രവ പരിശോധനകളിലൂടെ ഏത് അമീബയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനവും നമ്മൾ ഏറ്റവും സാധാരണയായിട്ടും കേൾക്കുന്നത് നമ്മുടെ മൂക്കിനുള്ളിലൂടെ, നമ്മുടെ നെഗ്ലേറിയ, അക്കാന്തമീബ എന്നിവയെല്ലാം നമ്മുടെ മൂക്കിനുള്ളിലൂടെ തലച്ചോറിനകത്തോട്ട് പ്രവേശിക്കാൻ കഴിയും. അതായത് നമ്മുടെ മൂക്കും തലച്ചോറും തമ്മിലുള്ള ഒരു നേർത്ത ഒരു എല്ലിന്റെ പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. ഇത് ചില വ്യക്തികളിൽ അവിടെ ആ സുഷിരങ്ങളിലൂടെ ഈ ബാക്ടീരിയ, ഈ അമീബ തലച്ചോറിനകത്തേക്ക് പ്രവേശിക്കാം. ചിലരിൽ ചില ആക്സിഡന്റിന് ശേഷമോ സർജറിക്ക് ശേഷമോ എല്ലാം ഇതിന്റെ സാധ്യത കൂടുതലായിരിക്കും. ഇങ്ങനെ മലിനമായ ജലത്തിലും എല്ലാം കെട്ടി നിൽക്കുന്ന അമീബ തലച്ചോറ് പ്രവേശിക്കുമ്പോഴാണ് പലപ്പോഴും ഈ അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വ്രണങ്ങൾ ഉണ്ടെങ്കിൽ, മുറിവുകൾ ഉണ്ടെങ്കിൽ അത് മലിനമായ ജലം ഉപയോഗിച്ച്, അതായത് അണുവിമുക്തമല്ലാത്ത ജലം ഉപയോഗിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ജലത്തിലും ഈ അമീബ ഉണ്ടാകാം. അത് ശരീരത്തിൽ പ്രവേശിച്ച് മസ്തിഷ്കജ്വരത്തിന് കാരണമാകാം. അത് കൂടാതെ നമ്മൾ നല്ല പൊടിയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പോവുകയാണ്, കാരണം ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെയുള്ള ഒരു അമീബയാണ്. ഒത്തിരി പൊടിപടലങ്ങളുള്ള ഈ കെട്ടിടം പണിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ ആ പൊടിപടലത്തിലൂടെ പോലും ഈ അമീബ നമ്മുടെ ശ്വാസകോശത്തിലോട്ട് കടന്നു ചെല്ലുകയും അത് ചിലപ്പോൾ സിസ്റ്റ് രൂപത്തിലായിരിക്കാം, അത് പിന്നീട് സജീവമായി പ്രവർത്തിക്കുമ്പോൾ അത് ട്രോഫസോയിഡ് രൂപത്തിലായി, അപ്പൊ നമ്മുടെ തലച്ചോറിനെ ബാധിച്ചും ഇങ്ങനെ ഉണ്ടാകാം. അങ്ങനെ രക്തത്തിലൂടെ, അതായത് മുറിവിലൂടെ രക്തത്തിലൂടെ തലച്ചോറിലെത്താം. ഏറ്റവും സാധാരണയും നമുക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ടതുമായ മൂക്കിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലച്ചോറിൽ നിന്നും മണം അറിയാനുള്ള ഞരമ്പ് വഴി, അതിന് ചുറ്റിയാണ് ഈ അമീബ തലച്ചോറിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രവേശിക്കുന്നത്. പിന്നെ ശ്വാസകോശം, കണ്ണിനെയും പലപ്പോഴും ഈ അക്കാന്തമീബ എന്ന് പറയുന്ന അമീബ കണ്ണിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ഒരു 75%ഓളം പേരിൽ ഉണങ്ങാത്ത രീതിയിലുള്ള വ്രണങ്ങൾ ഈ കണ്ണിനുള്ളിൽ വരുന്നത് അക്കാന്തമീബ മൂലമാണെന്ന് 2013 നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിന്റെ ഭാഗമായ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഫ്രീ ലിവിംഗ് അമീബ, മെയിൻലി അക്കാന്തമീബ, നെഗ്ലേറിയ, പാരവാൽക്കാംഫിയ, ബാലമുത്തിയ, വേർമബീബ, സപ്പീനിയ, ഈ 6 ഇനങ്ങളാണ് നമുക്കറിയാവുന്നത്. നമുക്കറിയാത്തതുമായിട്ടുള്ള മറ്റ് അമീബകളും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരു സൂക്ഷ്മാണുവാണിത്. അതായത് നമ്മുടെ മരങ്ങളും കിളികളും മൃഗങ്ങളും എല്ലാം ഉള്ളതുപോലെ നമ്മൾ വളരെ ചെറുതിലേ തന്നെ ഈ അമീബ നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നമ്മൾ സെറോ പ്രിവലൻസ് സ്റ്റഡി എന്ന് പറയും. അതായത് രക്തത്തിലെ ആന്റിബോഡിയുടെ അളവ്, ഈ സൂക്ഷ്മാണു നമ്മുടെ ശരീരത്തിൽ മുമ്പ് എത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയാനുള്ള ഈ പഠനങ്ങൾ വളരെ മുമ്പ് തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. ഈവൻ 1980കളിൽ തന്നെ US-ലും UK-ലും യൂറോപ്പിലും എല്ലാം കണ്ടെത്തിയത് ഈ അക്കാന്തമീബ അവിടെയുള്ള
വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള നോർമൽ ആൾക്കാരിൽ നോക്കുമ്പോൾ പോലും അവരിൽ പോലും 90 to 95% ആൾക്കാരിൽ ആ അമീബ വന്നു പോയതിന്റെ സാന്നിധ്യം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നെഗ്ലേറിയ ആയാലും ഒരു 10-15% ആൾക്കാരിൽ നെഗ്ലേറിയ വന്നു പോയതിന്റെ ആ രക്തത്തിലുള്ള ടെസ്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. ബാലമുത്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ ശതമാന കണക്ക് കുറവാണെന്നുള്ളതേ ഉള്ളൂ. ഈവൻ ബാലമുത്തിയ ബാധിച്ചിട്ടുള്ളവരിൽ ഈ സർവൈവ് ചെയ്തിട്ടുള്ളത്, അതായത് മരണപ്പെടാതെ പോയിട്ടുള്ള ആൾക്കാർ പോലും 10-ൽ താഴെ മാത്രമാണ് നമ്മുടെ ലിറ്ററേച്ചർ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ, എങ്ങനെ ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? അതുപോലെ ജാഗ്രത എങ്ങനെയാണ്? എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്? ജാഗ്രത പ്രധാനമായിട്ടും നമ്മൾ ഏതൊരു അസുഖത്തെ സംബന്ധിച്ചിടത്തോളവും അത് അതിന്റെ രോഗാണു, ആ രോഗം വരാൻ സാധ്യതയുള്ള ആൾ, ഇവരുടെ എല്ലാം പല പല സവിശേഷതകൾ കാരണമാണ് നമ്മൾ അതനുസരിച്ചാണ് എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും ഈ മൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലോട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കവാടമാണ്. അപ്പൊ ഈ മൂക്കിലേക്ക് അശുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ ചെല്ലാൻ പാടില്ല. അതായത് അണുവിമുക്തമായിട്ടുള്ള ജലം മാത്രമേ നമ്മുടെ മൂക്കിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഈവൻ നമ്മുടെ ടാപ്പ് വാട്ടർ ആയാൽ പോലും, നമ്മുടെ കിണറ്റിലെ വെള്ളമായാലും എവിടെയും വഴുവഴുക്കുള്ള എവിടെയും ഈ അമീബ ഉണ്ടാകും. അപ്പൊ ഒരു കാരണവശാലും മൂക്കിലേക്ക് നമ്മളിങ്ങനെ വെള്ളം വലിച്ചു കയറ്റാനോ ഒഴിക്കാനോ പാടില്ല. അത് ഈവൻ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുണ്യജലം ഒഴിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒരു പാരമ്പര്യ ചികിത്സാ രീതിയോടനുബന്ധിച്ചിട്ടാവട്ടെ, ഒന്നും തന്നെ നമ്മൾ ഇത്തരം വെള്ളം ഒരിക്കലും മൂക്കിനകത്തോട്ട് ഒഴിക്കാൻ പാടില്ല. അതുപോലെ മലിനവും അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നതുമായിട്ടുള്ള വെള്ളത്തിൽ ഈ അമീബ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള വെള്ളത്തിൽ നമ്മൾ തല കമിഴ്ന്ന് പോകാനോ അല്ലെങ്കിൽ അവിടെ മൂക്കിലോട്ട് വെള്ളം കയറാനോ പാടില്ല. അങ്ങനെ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഡൈവ് ചെയ്യാൻ പാടില്ല. നീന്തൽ പഠിക്കുന്നവരാണെങ്കിൽ ഈ പേടി മാറ്റാനായിട്ട് പലപ്പോഴും നമ്മൾ നീന്തൽ കുളത്തിലേക്ക് തള്ളിയിടുന്ന കാണാം. അതും പെട്ടെന്ന് വെള്ളം മൂക്കിനകത്തോട്ട് കയറാൻ സാധ്യതയുള്ള ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ നീന്തുമ്പോൾ പറ്റുമെങ്കിൽ, എല്ലാത്തരം രീതിയിലും നീന്തുമ്പോൾ അത് സാധ്യമല്ല, അതുകൊണ്ട് നീന്തുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നീന്താൻ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളത്. അതുപോലെ മൂക്കിൽ വെള്ളം കയറാതിരിക്കാനുള്ള നേസൽ ക്ലിപ്സ് ഉപയോഗിക്കാം. മറ്റൊന്ന്, നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ നീന്തൽക്കുളത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ നീന്തൽക്കുളത്തിലെ ക്ലോറിന്റെ അളവ് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിനായി നമ്മുടെ കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം ഉള്ള ഒരു അഡ്വൈസറി ഉണ്ട്. അപ്പൊ കുടിവെള്ളത്തിലാണെങ്കിൽ ഒരു 0.5 പാർട്സ് പെർ മില്യൺ വെള്ളത്തിലെ ക്ലോറിന്റെ അളവ് വേണം. നീന്തൽക്കുളത്തിലാണെങ്കിൽ 1 to 3 ppm ആണ് വേണ്ടത്. ഈ അളവിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്, നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഏവരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം. അതല്ലാതെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് രക്തത്തിലൂടെ പടരാം. രക്തത്തിന് വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ മുറിവുകൾ. സാധാരണ ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും മുറിവുള്ള കാലുമായിട്ട് ചിലപ്പോൾ ചെളിവെള്ളത്തിലൊക്കെ ഇറങ്ങിയെന്നിരിക്കുക. ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ മലിനമായ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പാടില്ല. മുറിവ് കഴുകാൻ വേണ്ടി സാധാരണ ടാപ്പ് വാട്ടറോ അല്ലെങ്കിൽ കിണർ വെള്ളമോ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എപ്പോഴും ആവുന്നതും തിളപ്പിച്ചാറ്റിയ വെള്ളമോ അണുവിമുക്തമായിട്ടുള്ള വെള്ളവുമേ ഉപയോഗിക്കാവൂ. അത് ഒരു കാലക്രമേണ മാത്രം മാറ്റത്തിൽ വരാൻ പറ്റുന്ന ഒരു സ്വഭാവ രീതി ആയിരിക്കാം. പക്ഷേ അത് ഒരു മാർഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ അമീബ പ്രവേശിക്കാനുള്ളത്. വേറൊന്ന്, പൊടിപടലങ്ങളിലൂടെ അതിലും ഈ അമീബ ഉണ്ടാവാം. അതുകൊണ്ട് ഒരുപാട് പൊടിയുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മളൊരു മാസ്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഈ എ സിയുടെ മെഷീനുകളും ഹ്യൂമിഡിഫയറും എല്ലാം പ്രവർത്തിപ്പിക്കുന്നവരും ഈ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം. അതിനുള്ളിൽ നിന്ന് അമീബ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മൂക്കിനുള്ളിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ഈ അമീബകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രീതി. ഇതിൽ തന്നെ ഈ മൂക്കിലൂടെ പടരുന്ന നെഗ്ലേരിയയാണ് കൂടുതലും മൂക്ക് വഴി കയറുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ തീവ്രമായിട്ടും വളരെ നേരത്തെ, അതായത് നമ്മൾ ആ വെള്ളത്തിൽ ഇറങ്ങി ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ പലപ്പോഴും അതിതീവ്രമായിട്ടുള്ള തലവേദന, ഛർദിൽ, ഓക്കാനം, ജന്നി, അബോധാവസ്ഥ, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ വളരെ നേരത്തെ തന്നെ വരാറുണ്ട്. പക്ഷെ ഈ അക്കാന്തമീബയും ബാലമുത്തിയും മൂക്കിലൂടെ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലൂടെയും എല്ലാം കടന്നു ചെല്ലാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ശേഷം ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം വരെയും ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടമാവാം. അതിന്റെ ചിലപ്പോൾ ആദ്യ ലക്ഷണമായിട്ട് നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ കാൽമുട്ടുകളിലോ ചെറിയ തൊലിപ്പുറത്തുള്ള ചില ലീഷൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പ്രധാനമായിട്ടും നമ്മളുടെ മൊത്തത്തിലുള്ള ഈ ഒരു പല ബിഹേവിയർ ചേഞ്ച്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെയായാലും കിണറുകൾ ഉണ്ടാവും, വാട്ടർ ടാങ്ക്സ് ഉണ്ടാവും, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കിണറുകളിലും നമ്മുടെ വെൽ വാട്ടറിൽ തന്നെ ഈ അമീബകൾ ഉണ്ടാകാം.
നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ കേരളത്തിലെ വെള്ളം ജലാശയങ്ങളിലും ഏതൊരു ജലം നോക്കിയാലും ലവണാംശം കുറഞ്ഞ ഒരു 25 മുതൽ 40 ഡിഗ്രി വരെ ഉള്ള ഊഷ്മാവുള്ള അമ്ലാംശവും ക്ഷാരാംശവും ഒന്നും കൂടുതലില്ലാത്ത ന്യൂട്രൽ പി എച്ച് ഉള്ള ജൈവ സമ്പന്നമായിട്ടുള്ള ജലാശയങ്ങളാണ് നമുക്കുള്ളത്. ഈവൻ നമ്മുടെ കിണറുകളിൽ പോലും ചിലർ ഇവൻ കിണറ്റിൽ മീനിനെ വളർത്തുന്നവർ വരെയുണ്ട്. അപ്പൊ ഇതെല്ലാം അമീബയ്ക്ക് തഴച്ച് വളരാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള സർവേകൾ നടത്തിയിട്ടുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ കിണറുകളിലെ പോലും ഈ കോളിഫോം കൗണ്ട് കൂടുതലാണ്. കിണറ്റിലും അതെ, പുഴകളിലും അതെ. ഈ കോളിഫോം കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിസർജ്യ വസ്തുക്കൾ വെള്ളത്തിൽ കലരുമ്പോഴുള്ള ഈ മാലിന്യത്തിന്റെ തോതറിയാനുള്ളതാണ്. ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് നമ്മുടെ ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ചിട്ടുള്ളതിനേക്കാളും വളരെ ഉയർന്ന അളവിലാണുള്ളത്. ഈ കോളിഫോം ബാക്ടീരിയയാണ് മെയിൻലി അമീബയുടെ ഭക്ഷണം. ഈ ബാക്ടീരിയയുടെ അളവ് കൂടുമ്പോൾ അമീബയ്ക്ക് വളരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്യണം. വീട്ടിലെ വാട്ടർ ഓവർഹെഡ് ടാങ്കുകൾ ഉണ്ടാവും. ഈ ടാങ്കുകളിലും നമ്മൾക്ക് കോർപ്പറേഷൻ ലൈൻ ആയാൽ പോലും ഈ ടാങ്കുകൾ കൃത്യമായ സമയത്ത് ക്ലീൻ ചെയ്യുകയും ക്ലോറിനേറ്റ് ചെയ്യുകയും വേണം. ഇപ്പൊ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു വാട്ടർ ഹോസ് ആണ്. ആ ഹോസ് എടുത്ത് വെള്ളം ഒഴിച്ച് ചിലപ്പോൾ കുട്ടികൾ കളിച്ചേക്കാം. അതിൽ ആദ്യം വരുന്ന ആ വഴുവഴുക്കുള്ള വെള്ളത്തിലും അമീബയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ ആ വെള്ളം ആദ്യം കളയണം. കളഞ്ഞതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരി ഡോക്ടർ, വിവിധ തരത്തിലുള്ള മസ്തിഷ്ക ജ്വരങ്ങളുണ്ട്. അതിൽ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കും? നമുക്ക് അങ്ങനെ പ്രത്യേക ലക്ഷണങ്ങളിലൂടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വേർതിരിച്ചറിയാൻ നിലവിൽ ബുദ്ധിമുട്ടാണ്. എല്ലാത്തിന്റെയും ലക്ഷണം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഈ മൂക്കിലൂടെ പടരുമ്പോൾ പലപ്പോഴും ആദ്യം മണം അറിയാനുള്ള ബുദ്ധിമുട്ടും രുചി അറിയാനുള്ള ബുദ്ധിമുട്ടും ചിലർക്കെങ്കിലും ഉണ്ടാകാം. തിരികെ ഹലോ ഡോക്ടറിലേക്ക്. ഡോക്ടർ, ഈ ഒരു രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ സാധ്യതയുണ്ടോ? ഇത് ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകരുന്ന തരം അസുഖമല്ല. സാധാരണഗതിയിൽ സമ്പർക്കത്തിലൂടെയോ സ്രവങ്ങളിലൂടെയോ വായുവിലൂടെയോ പകരുന്ന അസുഖങ്ങളാണ് ഒരു രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് പകരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം അങ്ങനെയുള്ള ഒരു അസുഖം അല്ല. മൃഗങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്, പക്ഷെ മൃഗങ്ങളിലും നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതായിട്ടും കണ്ടെത്തിയിട്ടില്ല. ഡോക്ടർ, ഈ ഒരു രോഗം എത്രത്തോളം അപകടകരമാണ്? അതുപോലെ മരണത്തിലേക്ക് നയിക്കുന്നത് ഏതൊരു ഘട്ടത്തിലാണ്? സങ്കീർണതകൾ എന്തൊക്കെയാ? ഈ ഒരു രോഗം പ്രധാനമായിട്ടും മാരകമാവുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മളത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയാതെ പോകും. പലപ്പോഴും നമ്മൾ ഒരു മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ഒരു മസ്തിഷ്ക അണുബാധ വരുമ്പോൾ അത് ബാക്ടീരിയയ്ക്കും വൈറസിനും ടിബിക്കും ഫംഗസും ഒക്കെ കാരണമായിരിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കരുതാറുള്ളത്. പക്ഷെ അമീബ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയായിരിക്കാം. നമ്മൾ 2022 ചണ്ഡീഗറിൽ നടന്ന ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഒരു 7% രോഗികളിൽ പലപ്പോഴും അമീബയാണ് ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത്. ഈ രോഗനിർണയത്തിലുള്ള കാലതാമസം അമീബയാണെന്ന് കണ്ടെത്തിയാൽ അതിന് പറ്റിയ രീതിയിലുള്ള മരുന്നുകൾ നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. കൃത്യമായിട്ട് അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സംയോജിതമായിട്ടുള്ള ഒരു 5 മരുന്നുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും ചികിത്സയും ഫലപ്രദമല്ലാതെ വരിക. സങ്കീർണമാകുന്നത് പലപ്പോഴും തലച്ചോറിനകത്തുള്ള ഈ തലച്ചോറിന്റെ സമ്മർദ്ദം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ സമ്മർദ്ദം വർദ്ധിക്കുക, തലച്ചോറിനകത്ത് നല്ല രീതിയിൽ രക്തം കട്ടപിടിച്ചും അല്ലെങ്കിൽ തലച്ചോറിൽ നമ്മൾ കാർന്ന് തിന്നുന്നത് പോലെ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. തലച്ചോറിന് നല്ല രീതിയിൽ കേടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് രോഗി അബോധാവസ്ഥയിലേക്ക് പോകാനും വെന്റിലേറ്റർ ഡിപ്പെൻഡന്റ് ആകാനും ഉള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം ഈ അമീബയ്ക്ക് ഉള്ളിൽ തന്നെ പലപ്പോഴും മറ്റ് പല സൂക്ഷ്മാണുക്കളും ഉണ്ടാകാം. ഒരു ട്രോജൻ കുതിരയെ പോലെയാണ് ഈ അമീബ. അമീബയ്ക്കുള്ളിൽ ബാക്ടീരിയ ഉണ്ടാവാം, ഫംഗസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ പോലുള്ള നോൺ ട്യൂബർക്കുലസ് മൈക്കോബാക്ടീരിയ, ഇവയെല്ലാം ഈ അമീബയ്ക്ക് ഉള്ളിൽ കടന്ന് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈ ടിബിയും ഫംഗസും എല്ലാം ഒരു രോഗിക്ക് ഒരുമിച്ച് വരുന്നത്. ഇങ്ങനെ പല അണുബാധകൾ ഒരുമിച്ച് വരുമ്പോൾ ഇത് പലപ്പോഴും ഇതിന്റെ ചികിത്സയെ വളരെയധികം സങ്കീർണമാക്കും. ഡോക്ടർ, ഈ ഒരു രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? ഈ രോഗത്തിന്റെ ചികിത്സാ രീതി പ്രധാനമായിട്ടും നമ്മളൊരു 5 മരുന്നുകളുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നത്. അതായത് സെഫ്ട്രയക്സോൺ, ഡോക്സിസൈക്ലിൻ, അസോൾസ്, കോട്രമോക്സസോൾ എന്നിവയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് ഏത് തരം അമീബയാണ്, ഉദാഹരണത്തിന് അക്കാൻതമീബയാണ് അല്ലെങ്കിൽ നെഗ്ലേറിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംഫോടെറിസിൻ, പിന്നെ മിൽറ്റിഫോസിൻ എന്നീ മരുന്നുകൾ കൂടെ കൊടുക്കേണ്ടതായി വരും. പക്ഷേ
ബാലമുക്തിയാണ് എന്ന് തിരിച്ചറിയിക്കുകയാണെങ്കിൽ അതിന് വേണ്ട മരുന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല, നമുക്ക് നിലവിൽ അത് കണ്ടെത്തിയിട്ടുമില്ല. അതിനാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് തന്നെ മരുന്ന് എത്തിക്കേണ്ടതായിട്ട് വരും. ഇതാണ് പ്രധാനമായിട്ടും ഈ അമീബയ്ക്ക് വേണ്ടി വരുന്ന മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അതിനൊപ്പമുള്ള മറ്റ് പല രോഗലക്ഷണങ്ങളും കാണും. അതായത് പ്രധാനമായിട്ടും തലച്ചോറിനകത്ത് നീരുണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ നീരുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നീര് കുറയാനുള്ള പലതരം മരുന്നുകൾ നമുക്ക് കൊടുക്കേണ്ടി വരും. പല രോഗികൾക്കും ജന്നി ഉണ്ടാകാം. ജന്നി ഉണ്ടാവുകയാണെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്നും രോഗിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം മറ്റ് സപ്പോർട്ടീവ് കെയറും ഈ ഒരു രോഗിക്ക് പലപ്പോഴും ആവശ്യമാണ്. കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മരണനിരക്ക് നമുക്ക് നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പ്രധാനമായിട്ടും ഇത്തരം മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തുകയും നേരത്തെ തന്നെ ചികിത്സ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു ICU വാസമോ ഒന്നും വേണ്ടി വരില്ല. മരണനിരക്ക് നമ്മുടെ കേരളത്തിലെ മരണനിരക്ക് വെറും 24%. ഇത് ആഗോള നിരക്ക് 99%, 95 മുതൽ 99% നിൽക്കുന്നതിനെയാണ് നമ്മൾ 24%ത്തിലേക്ക് കുറച്ചിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം മരുന്നുകൾ തന്നെ മതിയാകും. പക്ഷെ തലച്ചോറിലെ മർദ്ദം വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഷണ്ടിങ് പ്രൊസീജിയേഴ്സ് വേണ്ടി വരാം. ഇപ്പൊ അടുത്ത കാലത്ത് വാർത്തയിൽ കേട്ടതുപോലെ ഈ ഫംഗസ് അണുബാധ വന്ന രോഗിക്ക് ചെയ്തതുപോലെ ആ പഴുപ്പ് മാറ്റം ചെയ്യാനുള്ള സർജറി, അങ്ങനെയൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഡോക്ടർ, ഇതിനായി മെഡിക്കൽ കോളേജിൽ നൽകി വരുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളും പ്രത്യേകിച്ചും ഈ രോഗനിർണയത്തിനായിട്ട് നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഒരു രോഗനിർണയത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പ്രധാനമായിട്ടും ഒന്നാമതായി അത് കൃത്യമായിട്ട് സംശയിക്കുക എന്നുള്ളത്. അപ്പൊ അന്ന് സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത് തലച്ചോറിലെ അണുബാധയെ സംശയിക്കുന്ന ഏതൊരു രോഗിക്കും ആദ്യം തന്നെ തലച്ചോറിലെ സ്രവം, അത് നമ്മൾ നടുഭാഗത്ത് നിന്നുമാണ് കുത്തിയെടുക്കുന്നത്, ഈ സ്രവ പരിശോധനയിൽ അമീബ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. അതായത് ഈ ഗ്രാം സ്റ്റെയിൻ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഈ മൈക്രോസ്കോപ്പിനടിയിൽ നോക്കുമ്പോൾ അമീബയെ പോലുള്ള സൂക്ഷ്മാണു ഉണ്ടോ എന്നുള്ള പരിശോധന, ഇത് വളരെയധികം മെറ്റിക്കുലസ് ആയി വളരെ സ്കിൽഡ് ആയിട്ടുള്ള മൈക്രോബയോളജിസ്റ്റുകൾക്കാണ് ചെയ്യാൻ കഴിയുക. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജിസ്റ്റ് ഇതിന് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതൊന്ന്. രണ്ട്, ഏത് തരം അമീബയാണെന്ന് അറിയാനുള്ളതാണ് PCR ടെസ്റ്റ്. ഈ PCR ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് സജ്ജമാണ്. ഇതിലൂടെ നമുക്ക് ഈ അറിയാവുന്ന 5 അമീബകളിൽ ഏതാണെന്നുള്ളത് ചിലപ്പോഴെങ്കിലും വളരെ നല്ല നമ്പർ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഏത് മരുന്ന് ഈ രോഗിക്ക് നല്ലതായിരിക്കും, ഉചിതമാണ് എന്ന് തിരിച്ചറിയാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ എല്ലാ വകുപ്പുകളുടെയും സംയോജിതമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് ഈ മരണനിരക്കും നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, എന്തൊക്കെ ലക്ഷണങ്ങൾക്കാണ് നമ്മൾ ഉടൻ ചികിത്സ തേടേണ്ടതുണ്ട്? അതായത് പ്രധാനമായിട്ടും മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ, അതായത് ശക്തമായിട്ടുള്ള തലവേദന, അതായത് ഇതുവരെ ഒരിക്കലും വന്നിട്ടില്ലാത്ത രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള തലവേദന, പലപ്പോഴും ഒന്ന് വിശ്രമിക്കാനോ രാത്രി ഒന്ന് കിടന്നുറങ്ങാനോ പോലും കഴിയാത്ത രീതിയിലുള്ള തലവേദന, പനി, ശക്തമായിട്ടുള്ള പനി, ഛർദിൽ, രാവിലെ തന്നെ ഛർദിലായിട്ട് ഉറക്കമണിയിക്കുക, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, വെളിച്ചത്തോട്ട് നോക്കുമ്പോൾ കണ്ണ് പൊളിക്കുക, കണ്ണ് പെട്ടെന്ന് അടച്ചു വെക്കാൻ തോന്നുക, ഇതൊക്കെ സാധാരണഗതിയിൽ ഏതൊരു മസ്തിഷ്ക ജ്വരത്തിനും ഉണ്ടാവും. അതിനോടൊപ്പം പെരുമാറ്റത്തിലെ വ്യത്യാസം, മയക്കത്തിലേക്ക് പോവുക, ജന്നി, സംസാരത്തിനെ കുഴച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. ഈ മൂക്കിലൂടെയാണ് പലപ്പോഴും പടരുന്നതെങ്കിൽ നമുക്ക് പലപ്പോഴും മണം അറിയാനുള്ള ഒരു ബുദ്ധിമുട്ട്, രുചി അറിയാനുള്ള ബുദ്ധിമുട്ട് എന്നിവയുണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ ഏത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും, മണമറിയാനുള്ള വ്യത്യാസമല്ല, പക്ഷേ ഈ പനിയോടൊത്തുള്ള അതിശക്തമായുള്ള തലവേദന, ഛർദിൽ, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടത് തന്നെയാണ്. ഇത് ഏത് തരം മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണമായിരിക്കാം. ഏത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനോടൊത്ത് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന പരിശോധന ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ഗൈഡ് ലൈനിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കിപ്പോൾ രോഗനിർണയം മുൻ വർഷങ്ങളേക്കാൾ നന്നായി കഴിയുന്നുണ്ട്. ഇപ്പൊ 2022, 2023 വർഷം 1-2 കേസുകൾ മാത്രം കണ്ടെത്തിയിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 39 കേസുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതേസമയം ഈ വർഷം നമുക്കത് ഇതുവരെ 52 കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആഗോള ഒരു ലിറ്ററേച്ചർ നോക്കിയാൽ പോലും ഈ അക്കാന്തമീബയും നെഗ്ലേരിയും ഒക്കെ 400-ൽ താഴെ കേസുകൾ മാത്രമുള്ള സ്ഥാനത്താണ് നമ്മളുടെ സംസ്ഥാനം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, ആരോഗ്യ പ്രവർത്തകർക്കായാലും പൊതുജനത്തിലായാലും ഉള്ള ആ ഒരു എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിലൂടെ ഇത്രയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലങ്ങളിൽ നടത്തിവരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
ഇപ്പോ നമ്മളെപ്പോഴും കഴിഞ്ഞ മാസം 31 തീയതികളിലെല്ലാം നടന്നതുപോലെ ഈ ലോക്കൽ ഗവൺമെന്റുമായിട്ട് ചേർന്ന് നമ്മുടെ എല്ലാ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യുക എന്നുള്ളൊരു ആക്ടിവിറ്റി നടന്നിരുന്നു. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 55,000-ഓളം കിണറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 50 ലക്ഷത്തോളം കിണറുകളും ഒരു 55,000 ജലാശയങ്ങളും കുളങ്ങളും ഉള്ളതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ എല്ലാ ജലാശയങ്ങളും നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാൻ കഴിയണം എന്നില്ല, അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ കെട്ടിക്കിടക്കുന്ന വെള്ളം പരമാവധി ഒഴിവാക്കുക. ഈ കിണറുകൾ, നമ്മുടെ വീടുകളിലെ കിണറുകളിൽ കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ രോഗി പോയിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഈ അമീബയെ കണ്ടെത്തുകയാണെങ്കിൽ ആ കുളങ്ങളെല്ലാം വൃത്തിയാക്കുകയും കുറച്ച് നാളത്തേക്ക് അത് അണുവിമുക്തമായിട്ട് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും സുരക്ഷിതമായിട്ടുള്ള ജലം കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ ഊന്നിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അതിനോടൊപ്പം ഈ ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുക. അത് ആരോഗ്യ പ്രവർത്തകർക്കാവട്ടെ പൊതുജനങ്ങൾക്കാവട്ടെ ഈ ഒരു അസുഖത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോൾ നമുക്ക് ഈ അസുഖത്തെ കുറച്ചുകൂടെ നേരത്തെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അത് ഈ ചികിത്സയുടെ എഫക്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സ്റ്റേറ്റിൽ ബെറ്റർ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു വീട്ടിലെ വരുന്ന ആശാ വർക്കർക്ക് പറയാൻ കഴിയും നിങ്ങളുടെ കിണറ്റിൽ എത്ര അളവിന് ക്ലോറിൻ ഇടേണ്ടി വരും എന്നുള്ള, എത്ര അളവിനാണ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഈ കിണറ്റിന്റെ വിസ്താരം, കിണറ്റിലെ വെള്ളത്തിന്റെ ആഴം, ഇതെല്ലാം അനുസരിച്ച് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ അത് കണക്കാക്കുന്നത്. അപ്പൊ ഒരു 1000 ലിറ്റർ വെള്ളത്തിന് ഒരു 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്നുള്ള അളവിന് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കണം. അത് കൃത്യമായിട്ട് അത്രയും അളവിനുള്ള ബ്ലീച്ചിങ് പൗഡർ കണക്ക് കൂട്ടി എടുത്തത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് വീണ്ടും കുറച്ചുകൂടെ വെള്ളത്തിൽ കലക്കി നല്ല ക്ലീൻ ആയതിനു ശേഷം ഒരു ബക്കറ്റ് വെള്ളത്തിൽ വെക്കുക. അതിനുശേഷമുള്ള ക്ലിയർ ആയിട്ടുള്ള വെള്ളം വേണം കിണറ്റിലേക്ക് ഒഴിക്കാൻ. ഇത് കൃത്യമായ ഇടവേളകൾ, 1-2 മാസം ഇടവേളകളിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഹാനികരമായിട്ടുള്ള അമീബകളെ കുറെയൊക്കെ നമ്മുടെ കിണറുകളിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും. അതുപോലെ ഈ സെപ്റ്റിക് ടാങ്ക് ഒക്കെ കിണറ്റിന് അടുത്താണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കണം. കാരണം ഇത്തരം വിസർജ്യ വസ്തുക്കളിൽ നിന്നുമുള്ള ഈ കോളിഫോം ബാക്ടീരിയ എല്ലാം നമ്മുടെ കിണറ്റിലേക്ക് പടരുമ്പോൾ അതും ഈ അമീബയുടെ വളർച്ച കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാനുള്ള കാരണമാണ്. ഡോക്ടർ, ഒരു തവണ ഈ ഒരു അസുഖം വന്ന് ഭേദമായാൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ഒരു തവണ ഈ അസുഖം വന്നു പോയി എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഈ അസുഖം വരില്ല, അങ്ങനെ ഒരു രോഗപ്രതിരോധ ശേഷി നമുക്ക് കൈവരുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടത് തന്നെയാണ്. അപൂർവമായിട്ട് സംഭവിക്കാവുന്ന നമ്മുടെ ഈ ചികിത്സയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ അമീബയുടെ ചില ഫോംസ് ചിലപ്പോൾ ഒരു നിർജീവമായിട്ട് സിസ്റ്റ് രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകും. അത് പിന്നീട് എപ്പോഴെങ്കിലും സജീവമാകുമ്പോൾ വീണ്ടും ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. അപ്പൊ ഈ സാഹചര്യങ്ങൾ, ഈ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് കൃത്യമായി വീണ്ടും ഡോക്ടറെ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ വന്നിട്ടുള്ളവരുടെ നമ്മുടെ മൂക്കിനുള്ളിലെ ഈ ക്രിബ്രിഫോം പ്ലേറ്റിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ മൂക്കിനുള്ളിലോട്ട് വെള്ളം വലിച്ചു കയറ്റാൻ പാടില്ല. ഈ നേത്തി പോട്ട്, നമ്മുടെ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ടെല്ലാം മൂക്ക് വൃത്തിയാക്കുന്ന അങ്ങനെ നേത്തി പോട്ട് അല്ലെങ്കിൽ നസ്യം ചെയ്യുക, അതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. കാരണം അപ്പോഴേക്കും നമ്മുടെ മൂക്കിനുള്ളിലോട്ട് ഡയറക്റ്റ് ഇത് പോവുകയാണ്. അത് ഓരോ പേഴ്സണും ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. അതുപോലെ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശാണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.